ഇന്ത്യൻ ചാപ്ലൻസി ഇൻ ഹോളിലാൻഡ് മലയാളം കമ്മ്യൂണിറ്റി ഈ നോമ്പ് കാലത്തിന്റെ സമയത്ത് ഒരുക്കിയ കുരിശിന്റെ വഴിയുടെ യാത്രയുടെ മനോഹരമായ ദൃശ്യങ്ങളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഫാദർ പ്രദീപ് കള്ളിയത്ത് OFMന്റെ ആത്മീയ നേതൃത്വത്തിൽ നമ്മൾ യാത്ര ഗെത്സെമനി തോട്ടത്തിൽ നിന്നും ആരംഭിച്ചു. 2026 ഫെബ്രുവരി 28 ശനിയാഴ്ച പുലർച്ചെ 5:15 യാത്ര തെല്ലവീവിൽ നിന്നും ആരംഭിച്ചു. ഗെത്സെമനിയിൽ എത്തി ഗെത്സെമനിയിൽ അല്പം പ്രഭാത ഭക്ഷണവും മറ്റു കാഴ്ചകളും കണ്ടതിന് ശേഷം പ്രാർത്ഥനയോടുകൂടി കുരിശിന്റെ വഴി ആരംഭിച്ചു. ഇനി നമ്മുടെ ലക്ഷ്യം ലയൺ ഗേറ്റ് എന്ന സ്ഥലത്തേക്ക് എത്തുകയാണ്. അവിടെ മുതലാണ് കുരിശിന്റെ വഴിയുടെ സ്ഥലങ്ങളുടെ ആരംഭം തുടങ്ങുന്നത്. ലയൺ ഗേറ്റിലേക്ക് ലക്ഷ്യമാക്കിക്കൊണ്ട് കുരിശിനെ അനുഗമിച്ച് 2 വഴികളായി ഏവരും നടന്നു നീങ്ങി. കാലത്ത് തന്നെ അല്പം തണുള്ള സമയമായിരുന്നു. മറ്റുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റിവെച്ച്, ജോലി തിരക്കുകളും എല്ലാ വിധത്തിലുള്ള ആവലാതികളും മാറ്റിവെച്ച് കുരിശിന്റെ പിന്നാലെ കുരിശിന്റെ വഴി ധ്യാനിച്ച് യാത്ര തുടർന്നു. നമ്മുടെ ഈ യാത്രയിൽ ആത്മീയ അനുഗ്രഹമായി മറ്റ് 4 അച്ഛന്മാരും കൂടി ഉണ്ടായിരുന്നു. ഫാദർ ജെയിൻ, ജെറീഷ്, ആൽബർട്ട്, സെബാസ്റ്റ്യൻ എന്നീ അച്ഛന്മാരുടെ കൂടെയായിരുന്നു നമ്മൾ കുരിശിന്റെ വഴി ചൊല്ലി യാത്ര തുടങ്ങിയത്. യാത്ര ലയൺ ഗേറ്റ് വഴി ക്രിസ്തുവിന്റെ പീഡാനുഭവ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൂടെ എല്ലാം സന്ദർശിച്ച് നീങ്ങിക്കൊണ്ടിരുന്നു. പുരാതനമായ പല നിർമ്മിതികൾക്കിടയിലൂടെയും കെട്ടിടങ്ങൾക്കിടയിലൂടെയും നഗരത്തിന്റെ തിരക്കുകൾക്കിടയിലൂടെയും ഒരു സഹനയാത്ര നാം നടത്തി. പരമ്പരാഗത രീതിയിലുള്ള വഴികളും മനോഹരമായി കല്ലുകൾ പറഞ്ഞു പരിപാലനമായി കാത്തുപരിപാലിച്ചു വന്ന ഒരു പൈതൃകത്തിന്റെ കൈമാറ്റം ചെയ്യപ്പെട്ട സംസ്കാരത്തിന്റെ അനുഭവിച്ചറിയാൻ ഈ യാത്രയിലൂടെ സാധിച്ചു. ജെറുസലേം പട്ടണം ആദ്യകാലഘട്ടങ്ങളിൽ സമ്പന്നർ ജീവിച്ചിരുന്ന ഒരു ചെറു പട്ടണമായിരുന്നു. അന്നാസിന്റെയും കയ്യാപ്പാസിന്റെയും കൊട്ടാരങ്ങളും പിലാത്തോസിന്റെ കൊട്ടാരവും അങ്ങനെ മറ്റുള്ള പല സമ്പന്നരും ഒരുമിച്ച് താമസിച്ചിരുന്ന ചെറുപട്ടണം. ജെറുസലേം ദേവാലയം സ്ഥിതി കൊണ്ടിരുന്ന സ്ഥലം, അതെ, ഗെത്സെമനി. യേശു അന്ത്യത്താഴവേള കഴിഞ്ഞ് പ്രാർത്ഥിക്കാനായി പോയി. അവിടെ നിന്നും യേശുവിനെ ബന്ധനസ്ഥനാക്കി അന്നാസിന്റെയും കയ്യാഫാസിന്റെയും കൊട്ടാരത്തിലേക്ക്, തുടർന്ന് പിലാത്തോസിന്റെ കൊട്ടാരത്തിലേക്കും ജെറുസലേം ദേവാലയത്തിലേക്കും അവിടുന്ന് കുരിശു മരണത്തിന് വിധിക്കപ്പെട്ട് ജെറുസലേമിന്റെ ഗ്രാമവേദികളിലൂടെ ഗാഗുൽത്ത മല ലക്ഷ്യമാക്കി സഞ്ചരിച്ച അതേ വഴി, ക്രിസ്തുവിന്റെ പാദം പതിഞ്ഞ, ക്രിസ്തുവിന്റെ ചുടുനീളം വീണ് കുതിർന്ന അതേ വഴി. മറ്റാർക്കും ലഭിക്കാത്ത ഒരു സൗഭാഗ്യത്തിന്റെ നിർവൃത്തി എല്ലാവരുടെയും മനസ്സിലും മുഖത്തുമുണ്ടായിരുന്നു. തങ്ങളുടെ നാഥൻ സഞ്ചരിച്ച വഴികളിലൂടെ, തങ്ങളുടെ നാഥൻ ജീവിച്ച മണ്ണിൽ സന്ദർശനം നടത്തുന്നതിനും സായുജ്യമണയുന്നതിനും കിട്ടിയ സൗഭാഗ്യത്തിന്റെ നിമിഷങ്ങളെ ആ നിർവൃതി എല്ലാവരുടെയും മുഖത്ത് നിഴലിച്ചു നിന്നിരുന്നു. കുരിശിന്റെ വഴി ചൊല്ലി അതിന്റെ പാട്ടുകളും പ്രാർത്ഥനകളും ആലപിച്ച് ആ വഴിയിലൂടെ ധ്യാന നിരതരായി എല്ലാവരും അനുഗമിച്ചിരുന്നു. ഓരോ സ്ഥലങ്ങളിലെത്തി ആ സ്ഥലത്തിന്റെ പ്രാർത്ഥനകൾ ചൊല്ലിയും കുരിശുകൾ പരസ്പരം കൈമാറിയും ഈ യാത്രയുടെ പ്രാർത്ഥനാ ചൈതന്യം യാത്രയുടെ ആദ്യ അവസാനം നിലനിർത്തുവാനേ നമുക്ക് സാധിച്ചു. ജെറുസലേം പട്ടണത്തിന്റെ ഗ്രാമഭംഗി
പലരും മൊബൈലിൽ പകർത്തുന്ന തിരക്കിലുമായിരുന്നു. ഓരോ സ്ഥലങ്ങളിലെത്തുമ്പോഴും ആ സ്ഥലങ്ങളെക്കുറിച്ചും മറ്റും വിശദമായി വിവരിച്ചു തന്നിരുന്നു. ആദ്യ കാലഘട്ടങ്ങളിലെ 14 സ്ഥലങ്ങൾ ഇന്ന് പലതരത്തിലുള്ള ഇടവഴികളിലും, ചില സ്ഥലങ്ങൾ ചെറിയ പള്ളികളായിരുന്നു, ചില സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ ഫലകങ്ങൾ കൊണ്ട് രേഖപ്പെടുത്തിയിരുന്നത് നമുക്കുണ്ട്. സമൂഹത്തിൻ്റെ എല്ലാവരുടെയും ഒത്തൊരുമയും സമൂഹത്തിലെ എല്ലാവരുടെയും സഹകരണവും ഈ യാത്രയിലുടനീളം നാം അനുഭവിച്ചറിഞ്ഞു. യാത്രകൾക്ക് വേണ്ട ക്രമീകരണം നൽകിക്കൊണ്ട് വളണ്ടിയേഴ്സിൻ്റെ സാന്നിധ്യവും പ്രത്യേകം എടുത്തു പറയേണ്ടതായിരുന്നു. കുരിശിൻ്റെ വഴി ധ്യാനിക്കുമ്പോൾ നാം ഒന്നാം സ്ഥലം മുതൽ ധ്യാനിക്കുന്നതല്ല, കർത്താവിൻ്റെ സഹനം നിലനിൽക്കും. ഉറക്കമൊഴിച്ച് പല ന്യായാധിപ സംഘങ്ങളുടെ മുൻപിൽ വേദനയോടെയും അപമാനങ്ങളും ഏറ്റുവന്ന യേശു, അതെ, അന്ത്യാത്താഴം കഴിഞ്ഞതിന് ശേഷം ഗെത്സമനിയിൽ പോയി പ്രാർത്ഥിച്ച് 2 മണിക്ക് തന്നെ, ഏകദേശം പുലർച്ചെ 2 മണിയോടുകൂടി പട്ടാളക്കാർ ബന്ധനസ്ഥനാക്കി യേശുവിനെ വലിച്ചിഴച്ച് അന്നാസിൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ നിന്നും അന്നാസിൻ്റെ കൊട്ടാരത്തിലെ വിചാരണയ്ക്ക് ശേഷം കയ്യാഫാസിൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. അത്തരത്തിൽ പല സ്ഥലങ്ങളിൽ പിലാത്തോസിൻ്റെ വരവിന് ജെറുസലേം ദേവാലയത്തിൽ പോകുന്ന വഴികളിൽ മറ്റുള്ളവരാലും എല്ലാവരാലും പരിഹാസങ്ങളും മർദ്ദനങ്ങളും ഏറ്റ് കർത്താവ് അനുഭവിച്ച പീഡകൾ പല ആവർത്തി നമ്മൾ മറന്നുപോകുന്നു. ഇത്തരത്തിലുള്ള യാത്രകളും വിചിന്തനങ്ങളും ദൈവമേ, അങ്ങ് അനുഭവിച്ച ആ കാഠിന്യത്തിൻ്റെ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി സഹിച്ച പീഡകളുടെ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഒഴുക്കിയ രക്തത്തിന്, വിലമതിക്കാനാവാത്ത സ്നേഹത്തിന് ദൈവമേ ഞങ്ങളെന്ത് പകരം നൽകും. ഇന്ന് ഈ തെരുവീഥികൾ 2 വശത്തും പലതരത്തിലുള്ള ഷോപ്പുകളും സുവനീർ കടകളും തുണിത്തരങ്ങൾ വിൽക്കുന്ന കടകളുമായി മാറിയിരിക്കുന്നു. അത് ടൂറിസത്തിന്റെ എല്ലാ സാധ്യതയും ഇവിടെയുള്ള ആളുകൾ മുതലാക്കിക്കൊണ്ട് അത്തരത്തിലുള്ള കടകൾ ക്രമീകരിച്ചിരിക്കുന്നു. നമുക്ക് അവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നതിനും അവസരമുണ്ട്. ചരിത്രപ്രധാനമായ ഈ മേഖലയിൽ അവർ പരിഭാവനതയോടെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ നിന്നും യാത്ര നമ്മൾ കല്ലറപ്പള്ളി ലക്ഷ്യമാക്കിയാണ് നടന്നു നീങ്ങുന്നത്. കർത്താവിനെ അടക്കം ചെയ്യുന്നതിനായി അവിടെ നമുക്ക് കുർബാന അർപ്പിക്കാൻ നമ്മുടെ ഭാഷയിൽ മലയാളം കുർബാന അർപ്പിക്കുന്ന സൗകര്യം. ദൈവമേ, അങ്ങ് ഞങ്ങളോട് കാണിച്ചിരിക്കുന്ന കാരുണ്യം എത്രയോ വലുതാണ്. തികച്ചും യോഗ്യരല്ലാതിരുന്നിട്ടും അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ എത്രയധികം അനുഭവിക്കുന്നു. അതെ, ഇസ്രായേലിൽ വന്ന് ജോലി ചെയ്ത് നമുക്ക് നമ്മുടെ കുടുംബങ്ങൾക്ക് ഒരനുഗ്രഹമായി തീരുവാൻ സാധിച്ചു. ഇസ്രായേലിനെ ദൈവത്തിൻ്റെ കരുതലിന് നാം എന്നും നന്ദിയുള്ളവരായിരിക്കണം. കുരിശിന്റെ വഴി തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു പലരുടെയും മനസ്സിൽ അവർ അവരുടെ നാട്ടിൽ, അവരുടെ ഇടവക പള്ളിയിൽ അവർ അനുവർത്തിച്ചു വന്ന വിശുദ്ധ വാരത്തിലെ നോമ്പിൻ്റെ സമയങ്ങളിലെ കുരിശിൻ്റെ വഴിയുടെ ഒരു നൊസ്റ്റാൾജിയ കടന്നു വന്നിരിക്കും. കാരണം കുരിശിൻ്റെ വഴിയിലെ ഗാനങ്ങളും കുരിശിൻ്റെ വഴിയിലെ പ്രാർത്ഥനകളും ഏകദേശം മനഃപ്പാടമാക്കിയ ആളുകളായിരുന്നു. നോയമ്പിൻ്റെ സമയങ്ങളിൽ, വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം ഇടവകകളിലേക്ക് യൂണിറ്റുകളായും വാർഡുകളായും അതാത് കൂട്ടങ്ങളായും കുരിശിൻ്റെ വഴി ചൊല്ലി നമ്മൾ നടത്തിയ യാത്ര, അതെ, അതിൻ്റെ ഓർമ്മ നമുക്ക് ഇവിടെ പുതുക്കാൻ സാധിച്ചു. അതായത് കിലോമീറ്ററുകളും ദൂരങ്ങൾക്കും അപ്പുറം നമുക്ക് നമ്മുടെ ജന്മനാട്ടിൽ, നമ്മുടെ ഭാഷയിൽ നമ്മൾ ചൊല്ലി വൈകുന്നേരത്തിൻ്റെ ആ സായം സന്ധ്യയിൽ ഒരു മെഴുകുതിരിയും കത്തിച്ച് 2 വരിയായി
കുരിശും പിടിച്ച് കുരിശിൻ്റെ വഴിയുടെ ഗാനങ്ങൾ ഉച്ചത്തിൽ ആലപിച്ച് പ്രാർത്ഥനകൾക്ക് ചെല്ലുന്ന വഴികളും സ്ഥലങ്ങളിൽ മുട്ടുകുത്തിയും കുരിശിനെ വണങ്ങി ആ ഒരു ആത്മീയ നിർവൃതി നമുക്ക് അനുഭവിക്കാൻ ഈ യാത്രയിൽ കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെ, ഈ യാത്രയിൽ പങ്കെടുത്ത എല്ലാവർക്കും അത്തരത്തിലൊരു പ്രതീതി ഉണ്ടായിരുന്നു. കാരണം ദൂരങ്ങളിലായിരിക്കുന്നവർ നമ്മുടെ മലയാളം കുർബാനയും മലയാളത്തിലുള്ള നമ്മുടെ ഈ ശുശ്രൂഷകളും ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. പുതിയ ഇപ്പോഴത്തെ ഇസ്രായേൽ സാഹചര്യത്തിൽ കൺസ്ട്രക്ഷൻ മറ്റ് തൊഴിൽ മേഖലകളിലേക്കും കൂടി ഒരുപാട് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഈ വീഡിയോ കാണുന്ന നിങ്ങളോ നിങ്ങൾക്ക് പരിചയമുള്ള മറ്റുള്ളവരോ ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. തെല്ലവിൽ അനുദിന ദിവ്യബലിയും മറ്റുള്ള ശുശ്രൂഷകളും മലയാളത്തിൽ നടത്തപ്പെടുന്നു. ഈ അവസരം അറിവില്ലാത്തവർ വിനിയോഗിക്കുന്നതിനായി പരിശ്രമിക്കുക. നമ്മളാൽ കഴിയുന്ന ഒരു സഹായം മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക. അതുപോലെ തന്നെ ഇനി വരുന്ന ദിവസങ്ങളിൽ നടത്തപ്പെടുന്ന എല്ലാ ശുശ്രൂഷകളുടെയും തീർത്ഥാടനങ്ങളുടെയും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി നമ്മുടെ പള്ളിയിലെ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാവുകയും യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വഴി നമ്മളോടുള്ള കോണ്ടാക്റ്റ് എപ്പോഴും നിലനിർത്തുന്നത് ഈ ഏകാന്ത നിമിഷങ്ങളിലും അകന്നിരിക്കുന്ന ഈ വേദനകളിലും ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളിലും നമുക്കൊരു താങ്ങും തണലും തമ്പുരാന്റെ അടുത്തുനിന്ന് ലഭിക്കും. നമ്മുടെ മാതൃഭാഷയിൽ നമ്മുടെ എല്ലാ ശുശ്രൂഷകളും പരികർമ്മം ചെയ്യപ്പെടുന്ന ഇത്തരത്തിലുള്ള മഹനീയ മുഹൂർത്തങ്ങൾ വിനിയോഗിക്കാൻ നിങ്ങളേവരും പരിശ്രമിക്കുക. അതുപോലെ തന്നെ ഇതിൽ അംഗങ്ങളായിരിക്കുന്ന വിശ്വാസികൾ കൂടുതൽ തീക്ഷ്ണതയോടുകൂടി അനുദിന ദിവ്യബലിയിൽ പങ്കെടുത്തുകൊണ്ട് നമുക്ക് ദൈവത്തോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാം. അതെ, നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ മഹാഭാഗ്യം ഒരുപാട് ആളുകൾ അവരുടെ ജീവിത സ്വപ്നമായി കരുതിയ ഈ മഹാഭാഗ്യത്തിന് നമുക്ക് തിരിച്ചും നന്ദിയുള്ളവരായിരിക്കാം.